പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പുതിയ നീക്കങ്ങളുമായി ദേവ്ജിയും കൂട്ടരും മുന്നിലേക്ക് പോവുകയാണ്. ഇതിന്റെ ഭാഗമായി ഇതേ തുടർന്ന് മഹി കാര്യങ്ങൾ മനസ്സിലാക്കാൻ ചെല്ലുന്നുവെങ്കിലും മഹിയുടെ നീക്കങ്ങൾ തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് മഹിയെ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് സുമിത്ര. ഈ വീട്ടിലുള്ളവരുടെ സെൻസസ് എടുക്കാൻ വന്നതാണ് മാഡം എന്ന് പറയുന്നുവെങ്കിലും കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു തരാം, പുറത്തുനിന്ന് എഴുതിയാൽ മതി. ഞങ്ങൾ 3 പേരാണ് ഇവിടെ താമസിക്കുന്നത്. കൂടുതൽ വിവരങ്ങളൊന്നും തരാൻ ഇപ്പോൾ താല്പര്യമില്ല, മനസ്സിലായോ? ഇതോടെ മഹിയാകെ തിരിച്ചടി ലഭിച്ചതിനെ തുടർന്ന് അവിടെ നിന്ന് പോകാൻ തീരുമാനമെടുക്കുന്നു. കാര്യങ്ങൾ വിചാരിച്ചതുപോലെ അല്ല. ഇവർ തന്ത്രശാലിയായ ആള് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇവരെ അത്ര നിസ്സാരമായി കാണാൻ സാധിക്കുകയില്ല എന്ന് മനസ്സിലാക്കുകയും ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ മഹി. ഇതേ സമയം പുതിയൊരു വഴിത്തിരിവ് ഉണ്ടായിരിക്കുകയാണ്. ക്രിഷ് വരുണിനെയും അനിരുദ്ധിന്റെയും അടുത്തേക്ക് എത്തുന്നു. അപ്രതീക്ഷിതമായ ഈ കടന്നുവരവ് വരുണിനെ ഒന്ന് ഞെട്ടിച്ചതിനെ തുടർന്ന് വരുണിനോട് കാര്യങ്ങൾ തുറന്ന് സംസാരിക്കുന്നതിന് തയ്യാറാവുകയാണ് ഇപ്പോൾ ക്രിഷ്. എന്താടാ, നിനക്ക് എന്താണ് പ്രശ്നം? അനിരുദ്ധ് ചോദിക്കുമ്പോൾ പ്രശ്നം എനിക്കല്ല, വരുണിനാണ്. ഞാൻ കല്യാണം കഴിച്ച പെൺകുട്ടിയെ അവന് തിങ്കളാഴ്ച വിവാഹം കഴിക്കണം എത്രേ. എങ്ങനെ? അത് എങ്ങനെ സാധിക്കും? അതൊന്നും നടക്കില്ല. നടക്കുമോ ഇല്ലയോ എന്ന് കാണിച്ചു തരാം. അവളെ വരുൺ തന്നെ വിവാഹം കഴിക്കും. ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഞാനും കൂടെ നിൽക്കുക തന്നെ ചെയ്യും. ഇത് കേട്ടതിനെ തുടർന്ന് ഓഹോ, അങ്ങനെയാണോ? അത് കാണാൻ നമുക്ക്. എന്തായാലും ആ കാര്യം നടക്കില്ല, വിവാഹം നടക്കില്ല. ക്രിഷ് വ്യക്തമാക്കുമ്പോൾ ഈ വിവാഹം നടത്തി കൊടുക്കാമെന്ന് വാക്ക് കൊടുത്തത് ക്രിഷ് അല്ല, ഞാനാണ്. അതുകൊണ്ട് തന്നെ ഈ വിവാഹത്തിന്റെ ചുമതല എനിക്കാണ്. ഞാൻ എന്തായാലും നാണം കെടാൻ ഉദ്ദേശിക്കുന്നില്ല ക്രിഷ്. ഈ വിവാഹം നടക്കും, ഞാൻ നടത്തിക്കും. അത് എൻ്റെ കൂടി വാശിയാണ്. അതിനുവേണ്ടി എന്ത് ചെയ്യണമോ ആ കാര്യം ഞാൻ ചെയ്യും, മനസ്സിലായോ? ഇതോടെ ക്രിഷ് അനിരുദ്ധുമായി ഏറ്റുമുട്ടാൻ തീരുമാനിച്ചുകൊണ്ട് മുന്നിലേക്ക് വരുന്നു. എൻ്റെ ഭാര്യയെ ഞാൻ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. അതിനുവേണ്ടി എന്ത് ചെയ്യണമോ അത് ഞാൻ ചെയ്യും. കാണാം നമുക്ക് ഇനി എങ്ങനെയാണ് കാര്യങ്ങൾ മുന്നിലേക്ക് പോകുന്നത് എന്ന്. ഇതോടെ ക്രിഷ് അവിടെ നിന്ന് പോയിരിക്കുകയാണ്. വരുണിനോട് ഒരുക്കങ്ങൾ തുടങ്ങിക്കൊള്ളാൻ വ്യക്തമാക്കുന്ന അനിരുദ്ധാകട്ടെ പുതിയ തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് മുന്നിലേക്ക് വരികയാണ്. ഇതേ സമയം പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാക്കിക്കൊണ്ട് ബാലു ഇപ്പോൾ എണീറ്റ് നടക്കുന്നുണ്ട് എന്നുള്ള വാർത്ത സാഗർ അറിയുകയാണ്. അപ്രതീക്ഷിതമായ ഈ വാർത്ത സാഗറിനെ ആകെ നടുക്കി കളയുന്നു. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.